നമസ്കാരം. നമ്മുടെ 10 ഡേയ്സ് റിവിഷൻ മാരത്തോണിന്റെ ഭാഗമായിട്ടുള്ള 7ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ മാർച്ച് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ എന്ത് ചെയ്യുക, അത് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും 100% ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഏതാണ്? ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അല്ലെ. അതായത് സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജയ തിലകാണ് കേട്ടോ. അപ്പൊ നിലവിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ജയ തിലകാണ്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. എന്താണ്? സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി, നിലവിലെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ജയ തിലകാണ് അല്ലെ. ഓർത്തു വെക്കണം, ജയ തിലകാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു അവാർഡാണ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് കേട്ടോ. അപ്പൊ 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് നോക്കാനായിട്ടുള്ളത്. ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ടൊവിനോ തോമസിനെയാണ് കേട്ടോ. അപ്പൊ ഏതിലാണ്? ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ടൊവിനോ തോമസ്. ഇനി മികച്ച നടി 2 പേരുണ്ട്, നസ്രിയ നസീം ഉണ്ട്, അതുപോലെ തന്നെ റീമ കല്ലിങ്കലും ഉണ്ട്. രണ്ട് നടികളാണ് ഇവിടെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ്? നസ്രിയ നസീമും അതുപോലെ തന്നെ റീമ കല്ലിങ്കലും. അപ്പൊ മികച്ച നടനാണെങ്കിൽ ടൊവിനോ തോമസ്. മികച്ച നടി ആരൊക്കെയാണ്? ഒന്ന് റീമ കല്ലിങ്കൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നസ്രിയ നസീമും. ഇത് 2 പേരും മികച്ച നടിമാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് അവാർഡ്? ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. അതുപോലെ തന്നെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച സിനിമയായിട്ട് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മികച്ച സംവിധായിക ചോദിച്ചാൽ അത് ഇന്ദു ലക്ഷ്മിയാണ്. ആരാണ്? ഇന്ദു ലക്ഷ്മി. ഈ 4 അവാർഡുകളും ഓർത്തു വെക്കണം. ഒന്ന് മികച്ച നടൻ അല്ലെ. മികച്ച നടൻ ആരാണ്? ടൊവിനോ തോമസ്. നടിയാണെങ്കിൽ നസ്രിയ നസീമും റീമ കല്ലിങ്കലും. മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ. എന്താണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ആരാണ്? ഇന്ദു ലക്ഷ്മി. ഓർത്തു വെക്കല്ലോ. ഇതൊക്കെ എന്താണ്? 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിലുള്ള മികച്ച നടനും നടിയും അതുപോലെ തന്നെ സംവിധായകയും സിനിമയുമാണ്. ഓർത്തു വെക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ജൈവ വൈവിധ്യ സർവകലാശാല എവിടെയാണ് സ്ഥാപിക്കുന്നത്? നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജൈവ വൈവിധ്യ സർവകലാശാല എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ കേരളത്തിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴില് ലോകോത്തര ജലവിനോദ കേന്ദ്രമായിട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ഏത്? ആലപ്പുഴ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർത്തു വെക്കണം. ഏതാണ്? സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴില് ലോകോത്തര എവിടെയാണ്? ലോകോത്തര ജലവിനോദ കേന്ദ്രമായിട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ഏത്? ആലപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജലവിനോദവുമായി ബന്ധപ്പെട്ട് വേഗം കണക്ട് ചെയ്ത് ഓർത്തു വെക്കാമല്ലോ. അപ്പൊ ജലവിനോദ കേന്ദ്രമായിട്ട് അനുമതി ലഭിച്ചത് കേരളത്തിലെ പ്രദേശം ഏതാണ്? ആലപ്പുഴയാണ്. ഓർക്കാലോ. ഇനി അടുത്തത് ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണ് ഏത്? ഫ്രാം 2 എന്ന് പറയുന്നത്. ഓക്കെ, എവിടേക്കാണ്? ബഹിരാകാശ യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അല്ലെ. എവിടേക്കാണ്? പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് ഏത്? ഫ്രാം 2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ഫ്രാം 2 എന്ന് പറഞ്ഞാല്? ബഹിരാകാശ യാത്രികരെ എങ്ങോട്ടേക്കാണ്? പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണ് ഫ്രാം 2 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? കളമശ്ശേരിയിലാണ് കേട്ടോ. ഓർത്തു വെക്കുക. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ ഏതാണ്? ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ ആണ് എവിടെ ആരംഭിക്കുന്നത്? കളമശ്ശേരിയിൽ ആരംഭിക്കുന്നത്. എവിടെയാണ്? കളമശ്ശേരിയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ ആരംഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താ? ശുചിത്വ സാഗരം സുന്ദര തീരം. ഓക്കെ, എന്താണ്? ശുചിത്വ സാഗരം സുന്ദര തീരം അല്ലെ. അപ്പൊ സാഗരം, തീരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടൽ മേഖലയും പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാഗരം അതുപോലെ തന്നെ തീരം അല്ലെ. അതായത് തീരപ്രദേശങ്ങളും കടൽ മേഖലയും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതാ? ശുചിത്വ സാഗര സുന്ദര തീരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. സംസ്ഥാനത്തെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ജയ തിലക്. മനസ്സിലാക്കി കിട്ടുന്നുണ്ടോ നോക്കുക. ആരാണ്? ജയ തിലക്. അതുപോലെ തന്നെ ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മികച്ച നടൻ, നടി, സംവിധായിക, സിനിമ. ഇതൊക്കെ മനസ്സിലുണ്ടാവണം. മികച്ച നടൻ ആരായിരുന്നു? ടൊവിനോ തോമസ്. മികച്ച നടിയാണെങ്കിൽ റീമ കല്ലിങ്കലും അതുപോലെ തന്നെ ആരാണ്? നസ്രിയ നസീമും വരുന്നുണ്ട്. ഇനി മികച്ച സിനിമ ഏതായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമ. ഏതായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായികയാണ് ആരെന്ന് പറയുന്നത്? ഇന്ദു ലക്ഷ്മി.
ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? പിന്നീട് നമ്മൾ പറഞ്ഞ കേരളവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? ഇന്ത്യയിൽ തന്നെ ആദ്യ ജൈവ വൈവിധ്യ സർവകലാശാലയാണ് എവിടെ സ്ഥാപിതമാകാൻ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമാകാൻ പോകുന്നത്. അത് ഓർത്തു വെക്കാം. പിന്നെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തോ ഒരു കാര്യം പഠിച്ചു അല്ലെ? എന്തായിരുന്നു? സ്വദേശ് ദർശൻ പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജല വിനോദ കേന്ദ്രമായിട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ആലപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രാം ടു എന്തായിരുന്നു? എങ്ങോട്ടേക്കുള്ളതാണ്? ബഹിരാകാശ യാത്രികരെ എങ്ങോട്ടേക്കാണ്? പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണ് ഇത് ഫ്രാം 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? കളമശ്ശേരി. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. പിന്നീട് നമ്മൾ ഒരു പദ്ധതിയും കൂടി പഠിച്ചു അല്ലെ? ഏതാണ്? ശുചിത്വ സാഗര സുന്ദര തീരം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? തീരപ്രദേശങ്ങളും കടൽ മേഖലയും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് ശുചിത്വ സാഗര സുന്ദര തീരം എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സംഗീത വിശ്വനാഥനാണ്. നമുക്കറിയാലേ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ് അല്ലെ? സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ സംഗീത വിശ്വനാഥൻ. ഓക്കെ, അപ്പൊ സ്പൈസസ് സംഗീത എന്ന് കണക്ട് ചെയ്ത് വെച്ച് ഓർത്ത് വെക്കാം. അപ്പൊ സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? സംഗീത വിശ്വനാഥനാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഒരു ഭേദഗതിയാണ്. ഏതാണ്? വഖഫ് ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ വഖഫ് ഭേദഗതി. അതിനു മുന്നേ എന്താണ് വഖഫ് എന്ന് പറഞ്ഞാല്? എന്താണ്? അതായത് ഇസ്ലാം നിയമപ്രകാരം ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭൂമിയോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വഖഫ് ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 3-നാണ്. ഓക്കെ, അപ്പൊ വഖഫ് ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 3-നാണ്. ഈ ഭേദഗതി പ്രകാരം ഇതിന്റെ പുതിയ പേര് എന്താക്കിയിട്ടുണ്ടായിരുന്നു? ഉമീദ് എന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വഖഫ് ഭേദഗതി പ്രകാരം ഈ വഖഫിന്റെ പുതിയ പേര് എന്താക്കിയിട്ടുണ്ട്? ഉമീദ് എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. അതായത് ഏത് ഭൂമിയും വഖഫ് ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഓക്കെ, ഈ ഒരു ഭേദഗതിയിലൂടെ വന്നത് എന്താണ്? ഏത് ഭൂമിയും വഖഫ് ആയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പട്ടികവർഗത്തിന്റെ ഭൂമി വഖഫ് പ്രഖ്യാപിക്കുന്നതിന് സമ്പൂർണ്ണമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പട്ടികവർഗക്കാരുടെ ഭൂമി വഖഫ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും തീരുമാനം അന്തിമമായിരിക്കില്ല. ഓക്കെ, അതായത് ഇതിന്റെ മുകളിൽ നമുക്ക് അപ്പീലൊക്കെ പോകാനായിട്ട് സാധിക്കും. അതായത് വഖഫ് ബോർഡിന്റെയും അതുപോലെ തന്നെ ട്രിബ്യൂണലിന്റെയും വിധി എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അന്തിമമായിരിക്കില്ല. നമുക്ക് ഹൈക്കോടതിയിലൊക്കെ അപ്പീലിന് പോകാൻ പറ്റും. 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലൊക്കെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു ഭേദഗതിയിലൂടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ഏതാണത്? അതാണ് നമ്മുടെ കണ്ണാടിപ്പായ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കണ്ണാടിപ്പായ. ഓക്കെ, ഒരു പായയാണ്. എന്താണത്? കണ്ണാടിപ്പായ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ GI ടാഗ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കണ്ണാടിപ്പായ. മനസ്സിലുണ്ടാവണം. ഇനി അടുത്തത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ്? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് അംഗത്വം പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത് ഹംഗറിയാണ് അല്ലെ? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ് അല്ലെ? ഹേഗ് ആണ്. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് അംഗത്വം പിൻവലിക്കുന്നതായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യമാണ് ഏത്? ഹംഗറി. ഏതാണ്? ഹംഗറി. ഓക്കെ, ഇനി അടുത്തത് ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ ആണ് കേട്ടോ. അർജന്റീനയായിരുന്നു മുന്നേ, ഇപ്പൊ സ്പെയിൻ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയത് ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്പെയിൻ ആണ്. ഏതാണ്? സ്പെയിൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142-ാം സ്ഥാനമാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം ആരാണ്? സ്പെയിന്. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം സ്പെയിന്. ഇന്ത്യയുടെ സ്ഥാനം 142, 142. ഓക്കെ, 142 അഥവാ 142 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഏപ്രിൽ 7ന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാലേ, ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. ലോക ആരോഗ്യ ദിനമാണ്. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്തു വെക്കുക. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ. എന്താണ് 2025 പ്രമേയം? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ എന്നതാണ് 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓർത്തു വെക്കാലോ. അപ്പൊ എന്നാണ് ലോക ആരോഗ്യ ദിനം? ഏപ്രിൽ 7. ഈ വർഷത്തെ പ്രമേയം എന്താണ്? ആരോഗ്യകരമായിട്ടുള്ള തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ. ഓക്കെ ആണല്ലോ.
ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? പ്രൊജക്ട് എക്സ് എന്നാണ് അല്ലെ, പ്രൊജക്ട് എക്സ്. ഓക്കെ, അപ്പൊ പ്രൊജക്ട് എക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? അതായത് ഇപ്പൊ സംസ്ഥാനത്ത് പോക്സോ കേസുകൾ ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തില് സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രോജക്ട് എക്സ്? ഓക്കെ, എക്സ് എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ആലോചിക്കണം. ഇപ്പൊ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരവധി കേസുകൾ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ ഈ പറഞ്ഞ ലൈംഗിക വിദ്യാഭ്യാസം നൽകണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പ്രോജക്ട് എക്സ്. ഓർത്തു വെക്കുക, ഏതാണ്? പ്രോജക്ട് എക്സ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അടുത്തിടെ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ഏതാ രാജ്യം? നമ്മുടെ ചൈനയാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ അന്റാർട്ടിക്കയില് പുതിയ റേഡിയോ ദൂരദർശിനി ഏത് രാജ്യമാണ് സ്ഥാപിച്ചത്? ഏതാണ്? ചൈനയാണ് അല്ലെ. അപ്പൊ ചൈനയാണ് അന്റാർട്ടിക്കയിൽ ഒരു പുതിയ റേഡിയോ ദൂരദർശിനി ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് രാജ്യമാണ്? ചൈനയാണ്. ഇനി അടുത്ത് നോക്കാം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? പാലക്കാടാണ് കേട്ടോ. അപ്പൊ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഇത് പാലക്കാട് അല്ലെ. നമുക്കറിയാം പാലക്കാട് നല്ല ചൂടാണ്. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഓർത്തിരിക്കാനായിട്ടൊന്നും. അപ്പൊ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ഇത് പാലക്കാട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായിട്ട് ഏത് മണ്ഡലമാണ് തെരഞ്ഞെടുത്തത്? ധർമ്മടമാണ് കേട്ടോ. അപ്പൊ ധർമ്മടമാണ് സംസ്ഥാനത്തെ തന്നെ ആദ്യ അതിദാരിദ്ര്യം ഒന്നും ഇല്ലാത്ത മണ്ഡലമായിട്ട് തെരഞ്ഞെടുത്തത്. ഏതാണ്? ധർമ്മടം. ഓക്കെ, അപ്പൊ ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം. ഓക്കെ, മുക്തമണ്ഡലം ധർമ്മടം, അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കാം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം, അതിദാരിദ്ര്യരില്ലാത്ത മണ്ഡലമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് മണ്ഡലത്തെയാണ്? ധർമ്മടം. ഓർത്തു വെക്കാലോ, ഏതാണ്? ധർമ്മടം. ഇനി അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഏതാണ്? നിലവിലെ നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് കേട്ടോ. ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ഇനി അടുത്ത് നോക്കാം, പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിൽ തന്നെ ആദ്യത്തെ സിനിമയാണ് ഏത്? കന്നഡ സിനിമയായിട്ടുള്ള ലവ് യു എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? പൂർണ്ണമായിട്ടും AI അല്ലെ. AI എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത ലോകത്തിൽ തന്നെ ആദ്യത്തെ സിനിമയാണ് ഏത്? ലവ് യു എന്ന് പറയുന്നത്. അപ്പൊ ലവ് യു ഏത് സിനിമയാണ്? ഒരു കന്നഡ സിനിമയാണ്. അപ്പൊ അതാണ് പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത സിനിമ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ അല്ലെ. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആരെ തെരഞ്ഞെടുത്തത്? എന്തായിരുന്നു? സ്പൈസസ് ബോർഡിന്റെ എസ് വെച്ചിട്ട് കണക്ട് ചെയ്തു അല്ലെ. സംഗീത വിശ്വനാഥൻ. എന്തായിരുന്നു പേര്? സംഗീത വിശ്വനാഥൻ. അതുപോലെ തന്നെ വഖഫ് ഭേദഗതി എന്നാണ് പാർലമെന്റ് പാസ്സാക്കുന്നത്? ഏപ്രിൽ 3-നാണ് അല്ലെ. ഏപ്രിൽ 3-നാണ് 2025 ഏപ്രിൽ 3-നാണ് വഖഫ് ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുന്നത്. അത് പ്രകാരം പുതിയ പേരെന്താണ്? ഉമീദ് ആണ് അല്ലെ. ഉമീദ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാടിപ്പായക്ക് എന്തോ ഒരു കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അത്? GI ടാഗ് ആണ് അല്ലെ. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് ഹംഗറി എന്തിൽ നിന്നാണ് അവരുടെ അംഗത്വം പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്? എവിടെ നിന്നാണ്? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വമാണ് പിൻവലിക്കാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതാ രാജ്യം? ഹംഗറിയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഫിഫ റാങ്കിങ്ങില് നമ്മുടെ സ്ഥാനം എത്രയായിരുന്നു? ഫിഫ റാങ്കിങ്ങില് 142 142-ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? സ്പെയിൻ ആണ് അല്ലെ. സ്പെയിൻ ആണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതായിട്ട് എത്തിയിട്ടുള്ളത്. ഇനി ഏപ്രിൽ 7 എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോക ആരോഗ്യ ദിനമാണ് അല്ലെ. 2025-ലെ തീം എന്താണ്? ആരോഗ്യകരമായിട്ടുള്ള തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ. അതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. പിന്നീട് നമ്മളൊരു പദ്ധതി പഠിച്ചു, പ്രോജക്ട് എക്സ് ആണ് അല്ലെ. പ്രോജക്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഏതാ? പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നീട് ചൈന എവിടെയോ ഒരു ദൂരദർശിനിയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞു അല്ലെ. എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലെ പുതിയൊരു റേഡിയോ ദൂരദർശിനിയാണ് നമ്മുടെ ചൈന സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. പിന്നീട് നമ്മൾ പഠിച്ചു പാലക്കാടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അല്ലെ. എന്തായിരുന്നു അത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ഏത്? പാലക്കാട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് മണ്ഡലമാണ്? ധർമ്മടമാണ്.
അതുപോലെ തന്നെ ആരാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്ന് പറയുന്നത്? ആരായിരുന്നു? ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ആരാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി? 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനാണ് അല്ലെ. നിയമ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത സിനിമയുടെ പേരെന്തായിരുന്നു? ലവ് യു ആണ് അല്ലെ. കന്നഡ സിനിമയാണ് ലവ് യു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം എവിടെയാണ് നിലവിൽ വരുന്നത്? എവിടെയാണ്? ശാസ്താംപാറയിലാണ് കേട്ടോ. അപ്പൊ തിരുവനന്തപുരത്തെ ശാസ്താംപാറയിലാണ് അഡ്വഞ്ചർ ടൂറിസം നിലവിൽ വരുന്നത്. അപ്പൊ സംസ്ഥാനത്തെ തന്നെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം ആണ് എവിടെ വരുന്നത്? ശാസ്താംപാറയില്. എവിടെയാണ്? ശാസ്താംപാറ അല്ലെ. പാറക്കെട്ടൊക്കെ നമുക്ക് ഒരു അഡ്വഞ്ചർ നിറഞ്ഞതാണെന്ന് ആലോചിക്കാം. അപ്പൊ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം എവിടെയാ വരുന്നത്? ശാസ്താംപാറ. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ഏത് ഗ്രാമപഞ്ചായത്തിനെയാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായിട്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആ ഗ്രാമപഞ്ചായത്ത്? പുല്ലമ്പാറ. അപ്പൊ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഏപ്രിൽ 22 ഏപ്രിൽ 7 എന്തായിരുന്നു? ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 22 എന്ന് പറഞ്ഞാൽ എന്താ? ലോക ഭൗമ ദിനമാണ് അല്ലെ. ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22 എന്ന് പറയുന്നത്. ഈ വർഷത്തെ പ്രമേയം എന്താണ്? 2025 പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് കേട്ടോ. അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് ഈ വർഷത്തെ 2025 തീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓർത്തു വെക്കണം, ഏപ്രിൽ 22 എന്തെന്ന് പറയുന്നത്? ലോക ഭൗമ ദിനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും കേട്ടോ. അപ്പം ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചവയാണ്. ഏതൊക്കെയാണ്? ഭഗവത്ഗീത, അതുപോലെ തന്നെ നാട്യശാസ്ത്രം. ഇത് രണ്ടും ഓർമ്മയിൽ ഉണ്ടാവണം. ഭഗവത്ഗീതയും അതുപോലെ തന്നെ നാട്യശാസ്ത്രവുമാണ് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ്? ഭഗവത്ഗീതയും അതുപോലെ തന്നെ നാട്യശാസ്ത്രവും. ഇനി അടുത്ത് നോക്കാം. അടുത്തിടെ ഏത് സോഫ്റ്റ്വെയർ കമ്പനിയാണ് അവരുടെ 50ാം വാർഷികം എത്രയാണ്? 50ാം വാർഷികം ആഘോഷിച്ചത്? അത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്തിടെ ഏത് സോഫ്റ്റ്വെയർ കമ്പനിയാണ് അവരുടെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏത് സോഫ്റ്റ്വെയർ കമ്പനിയാണ്? മൈക്രോസോഫ്റ്റ് ആണ്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ 50ാം വാർഷികമായിരുന്നു ഈ 2025 നടന്നത് എന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കാമിറിത ഷെർപ്പയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാമിറിത ഷെർപ്പ. ഓർത്തു വെച്ചേക്കണം, കാമിറിത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഏപ്രിൽ 23 എന്താ? ലോക പുസ്തക ദിനമാണ് അല്ലെ. ലോക പുസ്തക ദിനമാണ് ഏപ്രിൽ 23 എന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. 2025 ഇപ്പൊ ഈ വർഷമാണെങ്കിൽ 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സ്ഥലത്തെയാണ്? റിയോ ഡി ജനീറോയാണ് കേട്ടോ. അപ്പൊ ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? റിയോ ഡി ജനീറ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മുടെ മാർപ്പാപ്പ അല്ലെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹോപ്പ് അല്ലെ. ഹോപ്പാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ബുക്കാണ് ഏതെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഓർത്തു വെക്കണം. ഹോപ്പ് ഉണ്ട്, ഇനിയിപ്പോ ഓപ്ഷനിൽ ഹോപ്പ് മാത്രമേ ഉള്ളെങ്കിൽ ഹോപ്പ് കറുപ്പിക്കുക. ഇനി ഹോപ്പ് ഇല്ല, ലൈഫ് ആണുള്ളതെങ്കിൽ ലൈഫ് കറുപ്പിക്കുക. അപ്പൊ ഇത് രണ്ടും ആരുടേതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ് കേട്ടോ. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഒന്ന് ഹോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നും കൂടി ഉണ്ട്, ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഏതാണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഇതും ആരുടേതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തിടെ അന്തരിച്ച ISRO ചെയർമാൻ ആരാണത്? കെ കസ്തൂരി രംഗനാണ് കേട്ടോ. അപ്പൊ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നത് ആരാണ്? ISROയുടെ മുൻ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹം ഈ ഒരു ഏപ്രിൽ മാസത്തിലാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും പഠിച്ചു വെച്ചേക്കാം. കെ കസ്തൂരി രംഗൻ അല്ലെങ്കിൽ ഏതിലെ ചെയർമാൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏതിലെയാണ്? ISROയുടേതാണ് അല്ലെ. അപ്പം ISROയുടെ മുൻ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം.
അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം എവിടെയാണ് നിലവിൽ വരുന്നത്? അഡ്വഞ്ചർ ശാസ്താംപാറ അല്ലെ, ശാസ്താംപാറയാണ്, തിരുവനന്തപുരത്തെ ശാസ്താംപാറയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് പുല്ലമ്പാറ അല്ലെ, പുല്ലമ്പാറയാണ് ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഏപ്രിൽ 22 എന്താണ്? ലോക ഭൗമ ദിനമാണ്. ഈ വർഷത്തെ പ്രമേയം എന്തായിരുന്നു? അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ്. അതുപോലെ തന്നെ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അവരുടെ 50-ാം വാർഷികമാണ് ഈ 2025 ആഘോഷിച്ചിട്ടുള്ളത്. അതും കൂടി അവിടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരായിരുന്നു? കാമിറിത ഷെർപ്പയാണ് അല്ലെ, കാമിറിത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന് പറയുന്നത്. ഏപ്രിൽ 23 എന്ന് പറയുന്നത് എന്ത് ദിവസമാണ്? ലോക പുസ്തക ദിനമാണ് അല്ലെ, ലോക പുസ്തക ദിനമാണ് ഏപ്രിൽ 23 എന്ന് പറയുന്നത്. 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. അതുപോലെ തന്നെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടേതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ് അല്ലെ. അതുപോലെ തന്നെ ഹോപ്പും ആരുടേത് തന്നെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തതൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരാണ് പ്രചോദനം. എന്താണ്? പ്രചോദനം. എന്തുമായി ബന്ധപ്പെട്ടതാണ് പ്രചോദനം? ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത്? പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിക്കാർ അല്ലെ, ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രചോദനം. അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് അല്ലെ, അതാണ് പദ്ധതിയുടെ പേര്. എന്താണ്? പ്രചോദനം. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു മാസത്തിൽ മരിച്ച സംവിധായകനാണ് ആരെന്ന് പറയുന്നത്? ഷാജി എൻ കരുൺ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്തിടെ അന്തരിച്ച സംവിധായകനാണ് ആര്? ഷാജി എൻ കരുൺ. അപ്പൊ ഷാജി എൻ കരുണുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് പിറവി, അതുപോലെ തന്നെ വാനപ്രസ്ഥം. ഓക്കെ, ഏതൊക്കെയാണ്? പിറവി ആരുടേതാണ്? ഷാജി എൻ കരുണിന്റേതാണ്. അതുപോലെ തന്നെയാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന സിനിമ സംവിധാനം ചെയ്തതും ആര് തന്നെയാണ്? ഷാജി എൻ കരുൺ ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പുരസ്കാരങ്ങളാണ്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം. പുരസ്കാരം കേരള സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് പത്മപ്രഭ പുരസ്കാരം. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ അവിടെ നമുക്ക് ഒന്ന് രണ്ട് മറ്റ് അവാർഡുകൾ കൂടി എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നോക്കാം. അതിലൊന്നാണ് എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് 2024 നമുക്ക് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ 2025 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പഠിച്ചു വെച്ചേക്കണം. അപ്പൊ 2024 ലഭിച്ചത് NS മാധവനാണ്. ഓക്കെ, അപ്പൊ എഴുത്തച്ഛൻ അവാർഡ് 2024 ലഭിച്ചത് NS മാധവനും 2025 ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ് കേട്ടോ. അപ്പൊ 2025 ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. അപ്പൊ 2024 NS മാധവനും 2025 KG ശങ്കരപ്പിള്ളയ്ക്കും ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. എഴുത്തച്ഛൻ അവാർഡ് 2024 NS മാധവൻ, 2025 ആർക്ക്? KG ശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചത്. അപ്പൊ അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. നമുക്കറിയാലേ, നമുക്ക് മീശമാധവനിലെ ഒരു മാധവനെ അറിയാം അല്ലെ, എഴുത്തും വായനയൊന്നും അറിയാത്തൊരു മാധവനാണെന്ന് ഓർത്തു വെക്കുക. അപ്പം എഴുത്തും വായനയൊന്നും അറിയാത്ത മാധവനെ എഴുത്തൊക്കെ പഠിപ്പിക്കാൻ ആരടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്? ശങ്കരൻ മാഷിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എഴുത്തച്ഛൻ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത ആളാണ് മാധവൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാധവനെ എഴുത്ത് പഠിപ്പിക്കാനായിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ശങ്കരൻ മാഷിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. 25 അങ്ങോട്ട് മാറും, 24 ഇങ്ങോട്ട് മാറും. അപ്പൊ അത് മാറാതിരിക്കാൻ ഒരു കഥ പോലെ അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പം എഴുത്തച്ഛൻ അവാർഡ് 2024 ആർക്കാണ്? NS മാധവന്. 2025 KG ശങ്കരപ്പിള്ള. കിട്ടുമല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് 2024 ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ് വയലാർ അവാർഡ് 2024 ലഭിച്ചത്. 2025 E സന്തോഷ് കുമാറിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ വയലാർ അവാർഡ് 2025 ലഭിച്ചത് E സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഇത്, തപോമയിയുടെ അച്ഛൻ. ആ ഒരു കൃതിക്കാണ് 2025 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്?
ഈ പറഞ്ഞ വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പൊ വയലാർ അവാർഡ് അല്ലെ, വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിലും 2025 സന്തോഷ് കുമാറിനും. അപ്പൊ ഈ വയലിന്റെ ചെരുവിലൂടെ ആര് പോവാണ്? അശോകൻ ഇങ്ങനെ പോവാണ് കേട്ടോ. അശോകൻ ചെരുവിൽ എന്നുള്ള ടേം ഓർത്ത് വെക്കുക, ചെരുവിൽ. അപ്പൊ വയലിന്റെ ചെരുവിലൂടെ ആര് പോവാണ്? അശോകൻ ഇങ്ങനെ പോവാണ്. അപ്പൊ അവിടെ വയലിൽ ആരെയാണ് കണ്ടത്? തപോമയിയുടെ അച്ഛൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ പണിയെടുക്കുന്നതാണ് കണ്ടത് അല്ലെ. ആരുടെ അച്ഛനാണ്? തപോമയിയുടെ അച്ഛന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ അങ്ങനെ പണിയെടുക്കുന്നതാണ് കണ്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? വയലാർ അവാർഡ്. അപ്പൊ വയലാർ അവാർഡ് എന്ന് ഓർത്ത് വെക്കുമ്പോ വയല്. അപ്പൊ വയലിലൂടെ ആര് പോവാണ്? വയലിന്റെ ചെരുവിലൂടെ അശോകൻ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആരെയാ കാണുന്നത്? തപോമയിയുടെ അച്ഛൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ പണിയെടുക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ വർഷം വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിലും 2025 ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഏത്? തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഹരിവരാസനം അവാർഡാണ്. ഹരിവരാസനം അവാർഡ് 2024 കിട്ടിയത് വീരമണി ദാസിനാണ് കേട്ടോ. വീരമണി ദാസിനാണ് 2024 ലഭിച്ചത്. 2025 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, അപ്പൊ ഹരിവരാസനം അവാർഡ് 2024 വീരമണി ദാസിനും 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതും നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ഇപ്പം ഹരിവരാസനം എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ശബരിമലയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ, മണികണ്ഠനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ഓർത്ത് വെക്കാലോ, ഹരിവരാസനം വീരമണിദാസ്, ഇവിടെ മണികണ്ഠൻ എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ വീരമണിദാസില് മണി എന്നുള്ളത് മണികണ്ഠനായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരനായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ നമുക്കറിയാം ഹരിവരാസനം മണികണ്ഠന് വേണ്ടിയിട്ട് ആര് പാടി? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പാടിയെന്നോ എഴുതിയെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഹരിവരാസനം പുരസ്കാരം 2024 നേടിയതാരാണ്? വീരമണിദാസ്. ആരാണ്? വീരമണിദാസ്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈ 3 അവാർഡുകളും കിട്ടുമല്ലോ. ആദ്യം പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ 2024 എഴുത്തും വായന അറിയാത്ത മാധവൻ, NS മാധവൻ. അയാളെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? ഏത് മാഷിന്റെ അടുത്തേക്കാണ്? ശങ്കര മാഷിന്റെ അടുത്തേക്ക് അല്ലെ, അതായത് KG ശങ്കരപ്പിള്ള. അതാണ് 2025 കിട്ടുന്നത്. വയലാർ അവാർഡ് ആണെങ്കിലോ വയലിന്റെ ചെരുവിലൂടെ എന്ന് പറയുമ്പോൾ അശോകൻ ചെരുവിൽ 2024. 25 ആണെങ്കിൽ ചെരുവിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അശോകൻ ആരെയാ കാണുന്നത്? തപോമയിയുടെ അച്ഛനല്ലേ. തപോമയിയുടെ അച്ഛൻ എങ്ങനെയാണ്? സന്തോഷത്തോട് കൂടിയിട്ട് പണിയെടുക്കുകയാണ്. അപ്പം ഈ സന്തോഷ് കുമാർ 2025 വയലാർ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. ഇനി ഹരിവരാസനം പുരസ്കാരം, ഹരിവരാസനം 2024 വീരമണിദാസ്, വീരമണി മണികണ്ഠൻ എന്ന് ആലോചിക്കുക. പിന്നെ അത് പാടിയതാരാണ്? കൈതപ്രം ദാമോദരി, അല്ലെങ്കിൽ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഹരിവരാസനം പുരസ്കാരം 2024 വീരമണിദാസും 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണെന്നും ഓർത്തു വെക്കണം. ഇനി അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് 2024 കൊടുത്തിട്ടുള്ളത്. അത് ആർക്കാ കിട്ടിയത്? K അരവിന്ദാക്ഷൻ. ആർക്കാണ്? K അരവിന്ദാക്ഷൻ. അപ്പൊ ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷൻ. ഓടയിലൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? നമ്മുടെ അര അങ്ങ് പോകൂലേ, നമ്മുടെ ഊര അല്ലെങ്കിൽ അര അങ്ങ് പോകുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ ഓടക്കുഴൽ അവാർഡ്, ഓടയിൽ വീണിട്ട് നമ്മുടെ അര പോയി അല്ലെങ്കിൽ ഊര പോയി എന്നൊക്കെ ആലോചിക്കാം. ഓടക്കുഴൽ അവാർഡ് ആർക്കാ ലഭിച്ചത്? K അരവിന്ദാക്ഷൻ. ആർക്കാണ്? K അരവിന്ദാക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ 2025 പത്മപ്രഭ പുരസ്കാരമാണെങ്കിലോ അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ ഇത്രയും പുരസ്കാരം ഒന്ന് പഠിക്കാട്ടോ. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ സർവകലാശാല എവിടെയാണ് സ്ഥാപിതമാകാൻ പോകുന്നത്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ സർവകലാശാലയാണ് എവിടെ സ്ഥാപിതമാകുന്നത്? അരുണാചൽ പ്രദേശിൽ. ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ സർവകലാശാലയാണ് അരുണാചൽ പ്രദേശിൽ സ്ഥാപിതമാകാൻ പോകുന്നത് എന്ന കാര്യം. ഇനി 2025 ലോക മാധ്യമ സ്വതന്ത്ര സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 151 സ്ഥാനമാണ് കേട്ടോ. 151 സ്ഥാനമാണ് 2025 ലോക മാധ്യമ സ്വതന്ത്ര സൂചികയില്. അപ്പൊ ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ എത്രാം സ്ഥാനമാണ്? 151 അല്ലെ, 151. ഓക്കെ, ഒരു ഫാൻസി നമ്പർ ആണ് 151. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ആലോചിക്കുക. 1 അല്ലെ, ആദ്യവും അവസാനവും 1 നടുവിലാണ് 5. അപ്പൊ അങ്ങനെ ആലോചിക്കാം. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 സ്ഥാനമാണ്. ഇനി 1 സ്ഥാനത്ത് ആര് വരുന്നുണ്ട്? നോർവേ ആണ് കേട്ടോ. നോർവേ ആണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് 1 സ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമാണ്.
ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ഭാഗം കൂടിയാണ്. അപ്പൊ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. എന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്? എന്നായിരുന്നു? മെയ് 2-നാണ് അല്ലെ? മെയ് 2, 2025 മെയ് മാസം 2-ാം തീയതിയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പൊ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് എന്നാണ്? മെയ്യിലാണ്. മെയ് 2 ആണ് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു? നമ്മുടെ പ്രധാനമന്ത്രിയിലെ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നാണ് കമ്മീഷൻ ചെയ്തത്? മെയ് 2. ഇപ്പൊ തന്നെ പഠിക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്തത് മെയ് 2. ആരാണ് ഉദ്ഘാടനം? നരേന്ദ്രമോദിയാണ് അല്ലെ? ഇനി ഇതിന്റെ നിർമ്മാണ ചുമതലയൊക്കെ ആർക്കാ ലഭിച്ചിട്ടുണ്ടായിരുന്നത്? അത് നമ്മുടെ അദാനി വിഴിഞ്ഞം പോർട്ടിനായിരുന്നു കേട്ടോ. അദാനി വിഴിഞ്ഞം പോർട്ടിനായിരുന്നു അതിന്റെ നിർമ്മാണ ചുമതലയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ചോദിച്ചാൽ അതേതാണ്? INTRV 01 ആണ് കേട്ടോ. IN ഇന്ത്യ എന്ന് ആലോചിക്കാലോ. IN ഇന്ത്യ, TRV ട്രിവാൻഡ്രം അല്ലെങ്കിൽ TRV തിരുവനന്തപുരം എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ 01. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം. ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് എന്താണ്? INTRV 01. ഏതാണ്? INTRV 01. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പം ക്രെയിൻ സംവിധാനം അതും എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രെയിൻ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻ സംവിധാനമാണ് ഈ പറഞ്ഞ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ളത്. ഓക്കെ, ഇനി രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ടും കൂടിയാണ് ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, പരീക്ഷയിൽ ചോദിച്ചതാണ്. ഒന്ന് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ടും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഈ തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ കപ്പലാണ് ഏത്? ഷെൻഹുവ 15 എന്ന് പറയുന്നത്. അപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. ആദ്യത്തെ ചരക്ക് കപ്പൽ എന്ന് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ചരക്ക് കപ്പൽ, അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ ചരക്ക് കപ്പലാണ് ഏത്? സാൻ ഫെർണാണ്ടോ. എന്നാൽ ആദ്യത്തെ കപ്പൽ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഷെൻഹുവ 15. ഏതാണ്? ഷെൻഹുവ 15. ആദ്യത്തെ ചരക്ക് കപ്പലാണെങ്കിൽ അത് ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. ഇനി തുറമുഖത്തേക്ക് എത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഏത്? MSC തുർക്കി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? MSC തുർക്കിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. എന്നാണ് കമ്മീഷൻ ചെയ്തത്? മെയ് 2-നാണ് കമ്മീഷൻ ചെയ്തത്. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? അദാനി ഗ്രൂപ്പിനാണ് അല്ലെ? അദാനി വിഴിഞ്ഞം പോർട്ടിനാണ് അതിന്റെ ഈ നിർമ്മാണ ചുമതല ഒക്കെ കിട്ടിയിരുന്നത്. ഇനി ഇതിന്റെ ലൊക്കേഷൻ കോഡ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? INTRV 01 ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ട്രെയിൻ സംവിധാനമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ടുമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഇവിടേക്ക് എത്തിയ ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15. ആദ്യത്തെ ചരക്ക് കപ്പൽ ചോദിച്ചാൽ അതേതാണ്? സാൻ ഫെർണാണ്ടോയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ, ഇങ്ങോട്ടേക്ക് എത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC തുർക്കിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? എവിടെയാണ്? അത് നവ് റായ്പൂരിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് നവ് റായ്പൂര്. എവിടെയാണ്? നവ് റായ്പൂരാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ AI അധിഷ്ഠിതമായിട്ടുള്ള ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. എവിടെയാണ്? നവ് റായ്പൂരാണ്. ഓക്കെ, ഇനി അടുത്തതൊരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഏത്? ഗ്യാൻ പോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗ്യാൻ പോസ്റ്റ് അല്ലെ? അപ്പൊ ഗ്യാൻ പോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഏത്? ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഗ്യാൻ പോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്?
ഏതാണ്? നാസിക് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ചോദിച്ചാൽ അത് എവിടെയാണ്? നാസിക് ആണ്. അപ്പൊ എവിടെ വെച്ചിട്ടാണ് യോഗ മഹോത്സവം നടക്കുന്നത്? 2025 നാസിക്കിൽ വെച്ചിട്ടാണ് അല്ലെ? നാസിക്കിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? യോഗ മഹോത്സവം നടക്കുന്നത്. 2025 യോഗ മഹോത്സവം എവിടെ വെച്ചിട്ടാണ്? നാസിക്കിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായിട്ട് ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഏതാണ് ആ പ്ലാറ്റ്ഫോം? ECI നെറ്റ് എന്നതാണ് കേട്ടോ. ECI നെറ്റ് എന്നതാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ECI നെറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഈ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യാലോ. ഈ ഇലക്ഷൻ ആണ്. അപ്പം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിവരങ്ങളൊക്കെ ഏകീകൃതമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത് ECI നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലൂടെയോ നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിന് ഏതാണത്? കിക്ക് ഡ്രഗ്സ് എന്നാണ് കേട്ടോ. അപ്പൊ കായിക വകുപ്പിന്റെ നേതൃത്വത്തില് 14 ജില്ലകളിലൂടെയും നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിൻ ഏതാണത്? കിക്ക് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ കിക്ക് അല്ലെ, കിക്ക് നമുക്ക് കായിക ഇനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാലോ. ഡ്രഗ്സ് അല്ലെ, ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കിക്ക് ഡ്രഗ്സ് ആണ് ആരുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്? കായിക വകുപ്പിന്റെ. അപ്പൊ കായിക വകുപ്പിന്റെ നേതൃത്വത്തില് 14 ജില്ലകളിലൂടെയും നടത്തുന്ന ലഹരി വിമുക്ത ക്യാമ്പയിൻ എന്താണ് അതിന്റെ പേര്? കിക്ക് ഡ്രഗ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? നമ്മുടെ കേരളം അല്ലെ. കേരളമാണ്. ഡിജി കേരളം എന്ന പദ്ധതിയിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അപ്പൊ ഏതാണ് പദ്ധതി? ഡിജി കേരളം. അപ്പൊ ഡിജി കേരളം എന്ന പദ്ധതിയിലൂടെയാണ് ഏത് നേട്ടം കൈവരിക്കുന്നത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന നേട്ടം. അതായത് രാജ്യത്തെ തന്നെ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി സ്പീഡിൽ റിവൈസ് ചെയ്തുതരാം. 2025 പത്മപ്രഭ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ആലങ്കോട് ലീലാകൃഷ്ണന്. എഴുത്തച്ഛനാണെങ്കിൽ NS മാധവനും അതുപോലെ തന്നെ KG ശങ്കരപിള്ളയ്ക്കും ലഭിച്ചിട്ടുണ്ട്. വയലാറാണെങ്കിൽ 2024 അശോകൻ ചെരുവിലും, 2025 സന്തോഷ് കുമാറിനും. ഹരിവരാസനം പുരസ്കാരം ആർക്കായിരുന്നു? 2024 വീരമണിദാസിനും, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. ഓടക്കുഴലാണെങ്കിലോ 2024 K അരവിന്ദാക്ഷൻ. ആർക്കായിരുന്നു? K അരവിന്ദാക്ഷന്. പിന്നീട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ കാലാവസ്ഥാ സർവകലാശാല എവിടെയാണ് സ്ഥാപിതമാകാൻ പോകുന്നത്? അരുണാചൽ പ്രദേശിലാണ് അല്ലെ. അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ തന്നെ 2025 ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 151 സ്ഥാനമാണ് അല്ലെ. 151 സ്ഥാനമാണ്. 1-ാം സ്ഥാനത്താണ് ആര്? നോർവേ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്നാണ് കമ്മീഷൻ ചെയ്തത്? മെയ് 2 അല്ലെ. മെയ് 2 കമ്മീഷൻ ചെയ്തത്. അവരുടെ ലൊക്കേഷൻ കോഡ് ഏതായിരുന്നു? INTRV 01 ആണ്. INTRV 01 ആണ്. തുറമുഖത്തേക്ക് എത്തിയ ആദ്യ കപ്പലാണ് ഇത്? ഷെൻഹുവ 15. ആദ്യ ചരക്ക് കപ്പലാണെങ്കിൽ ഏതായിരുന്നു? സാൻ ഫെർണാണ്ടോ. ഏറ്റവും വലിയ കപ്പലാണെങ്കിൽ MSC തുർക്കിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? എവിടെയായിരുന്നു? നവ് റായ്പൂർ ആണ് അല്ലെ. നവ് റായ്പൂർ ആണ്. പിന്നീട് നമ്മൾ പഠിച്ചു, രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഗ്യാൻ പോസ്റ്റ്. ഓക്കെ, ഇനി 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? നാസിക് ആണ് അല്ലെ. നാസിക് ആണ് 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം എന്ന് പറയുന്നത്. ഇനി എന്തായിരുന്നു ECI നെറ്റ് എന്ന് പറഞ്ഞാൽ? രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായിട്ട് ഏകീകൃത ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഏത്? ECI നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ലഹരി വിമുക്ത ക്യാമ്പയിന് എന്തായിരുന്നു അതിന്റെ പേര്? കിക്ക് ഡ്രഗ്സ് അല്ലെ. കിക്ക് ഡ്രഗ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണത്? ഹൾ 096 ആണ് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്ന് പറയുന്നത് ഹൾ 096. ഏതാണ്? ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. അതായത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് നമ്മുടെ ഇന്ത്യ
കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പേര് അല്ലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ആ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ അവരുടെ സൈനിക നടപടികളൊക്കെ വിവരിച്ചത് ആരൊക്കെയായിരുന്നു? അത് രണ്ട് മൂന്ന് പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗും. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തില് സൈനിക നടപടികൾ വിവരിച്ചവരാണ് ആരെന്ന് പറയുന്നത്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. സോഫിയ ഖുറേഷി എന്ന് പറയുന്നത് കരസേനയിലെ കേണലാണ് കേട്ടോ. അപ്പൊ കരസേനയിലാണ് ആര്? സോഫിയ ഖുറേഷിയും. വ്യോമസേനയിലെ കമാൻഡർ ആണ് ആരെന്ന് പറയുന്നത്? വ്യോമിക സിംഗ് അല്ലെ. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. വ്യോമസേനയില് വ്യോമിക സിംഗും കരസേനയില് സോഫിയ ഖുറേഷിയുമാണ്. സോഫിയ ഖുറേഷിയാണ്. ആ രണ്ട് പേരും മനസ്സിലുണ്ടാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പാക് മിസൈലുകളെ പ്രതിരോധിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് ഇത് S-400 സുദർശന ചക്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻകാരുടെ മിസൈലുകളൊക്കെ പ്രതിരോധിച്ച ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് S-400 സുദർശന ചക്ര. ഏതാണ്? S-400 സുദർശന ചക്രയായിരുന്നു നമ്മുടെ ഒരു മിസൈൽ സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ഡ്രോണുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? ഹരോപ്പും ഹാർപ്പിയും. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ഹരോപ്പ് അതുപോലെ തന്നെ ഹാർപ്പി. ഈ ഡ്രോണുകളൊക്കെ ആയിരുന്നു ഈ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി ആ ഒരു പേരും കൂടി ഓർത്തു വെക്കുക. ഹരോപ്പും ഹാർപ്പിയും അതുപോലെ തന്നെ S-400 സുദർശന ചക്രയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താ? ജ്യോതി. അപ്പൊ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതായത് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക്, ആർക്കാണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് ഏത്? ജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ കുടിയേറ്റ തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസ പ്രവേശനമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതാ? ജ്യോതി എന്ന് പറയുന്നത്. ഏതാണ്? ജ്യോതി. അപ്പൊ ജ്യോതി എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതി എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഏതാണ്? ഇനി മുതൽ ആന്റിബയോട്ടിക്കുകളൊക്കെ ഏത് കവറിലാണ് കൊടുക്കണമെന്നാണ് പറയുന്നത്? നീല കവറാണ് കേട്ടോ. നീല കവറാണ്. അപ്പൊ സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നീല കവറാണെന്ന് ഓർത്തു വെക്കട്ടോ. അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടൊന്നുമില്ല. അവർ തീരുമാനിച്ചത് ഏതാണ്? നീല കവറിലാക്കാനായിട്ടാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക് ഇനി മുതൽ ഏത് കവറിലാണ് കിട്ടുക? നീല കവറിലാണെന്ന് ആലോചിച്ച് വെക്കാം. അടുത്ത് നോക്കാം. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് ആപ്പ് ഏതാണത്? സ്കൈപ്പ് ആണ് കേട്ടോ. അപ്പൊ സ്കൈപ്പ് ആണ് അടുത്തിടെ അതിന്റെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആരുടേതാണ്? മൈക്രോസോഫ്റ്റിന്റേതാണ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കും, അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് ആപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? സ്കൈപ്പ്. അപ്പൊ അതിന്റെ പ്രവർത്തനമാണ് ഈ അടുത്ത കാലത്ത് അത് നിർത്തിവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് അല്ലെ. അപ്പൊ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. 52 മാറി ഇപ്പൊ 53ാമത്തെ ആയിട്ടുണ്ട്. 53ാമത്തത് ഇപ്പൊ ആരാണ്? സൂര്യകാന്ത് ആണ് അല്ലെ. സൂര്യകാന്ത് ആണ് അപ്പൊ നിലവിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. 53ാമത്തെ വ്യക്തിയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ നിലവില് 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 53ാമത്തെ വ്യക്തിയാണ്. പേരെന്താണ്? സൂര്യകാന്ത് ആണ് കേട്ടോ. അപ്പം ഇയാൾ പോയിട്ടുണ്ട്. BR ഗവായി പോയിട്ടുണ്ട്. ഇപ്പൊ ആരാണ്? സൂര്യകാന്ത് ആണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? ലക്ഷ്യയാണ്. അപ്പൊ ലക്ഷ്യ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം നൽകുന്നതിനായിട്ട് പട്ടികജാതി വികസന വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഇത് ലക്ഷ്യ. ഓക്കെ, അപ്പൊ ലക്ഷ്യ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ലക്ഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്യ സ്ഥാപനം എന്ന് ആലോചിച്ചാൽ മതി. ലക്ഷ്യയിൽ വെച്ചിട്ടാണ് സിവിൽ സർവീസ് പരിശീലനം ആർക്ക് കൊടുക്കുന്നത്? പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കുന്നത്. കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ലക്ഷ്യ എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കാണ്. അവർക്ക് സിവിൽ സർവീസ് പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണത്? ഇന്ത്യ അടുത്തിടെ ഈ ഒരു മാസത്തില് വിക്ഷേപിച്ചിട്ടുള്ള ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-9 എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകിൽ റീസാറ്റ് 18 എന്ന് കണ്ടാലും അത് തന്നെയാണെന്ന് ഓർത്തു വെക്കാം. EOS-9 അഥവാ റീസാറ്റ് 18 എന്ന് പറയും അല്ലെ. 9ന്റെ
9ന്റെ ഇതല്ലേ വരുന്നത്, ഗുണിതമല്ലേ 18 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. EOS 9 ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താ, റീസാറ്റ് 18 എന്ന് പറയുന്നത്. ഏത് വാഹനത്തിലാണ്? PSLV C61 എന്ന് പറയുന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ EOS 09 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS 09 അഥവാ റീസാറ്റ് 18 എന്ന് പറയുന്നത്. PSLV C61 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണത്? ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി LR ആണ് കേട്ടോ. നമ്മുടെ തമിഴ്നാടുകാരനായിട്ടുള്ള ശ്രീഹരി LR ആണ് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ശ്രീഹരി LR ആണ്. ഓർത്തു വെക്കാലോ. അപ്പൊ ആരാണ്? ശ്രീഹരി LR ആണ് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഏതാണ്? യൂത്ത് ആണ് കേട്ടോ. ഗേലോ ഇന്ത്യയുടെ യൂത്ത് ഗെയിംസ് ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്? ബീഹാറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി എന്തായിരുന്നു അവരുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? ഗജസിംഹയാണ് കേട്ടോ. അവരുടെ ഭാഗ്യചിഹ്നമായിട്ട് കൊടുത്തത് ഗജസിംഹയാണ്. അപ്പം ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ അത് ഏതാണ്? ഗജസിംഹം. ഓക്കെ, ഇനി ആരാണ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ ജേതാക്കളായത്? ആരാണ്? മഹാരാഷ്ട്രയാണ് ജേതാക്കളായത്. 158 മെഡലോളം സ്വന്തമാക്കിയിട്ടാണ് മഹാരാഷ്ട്ര ജേതാക്കളായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രാം സ്ഥാനമാണ്? 8ാം സ്ഥാനമാണ് കേട്ടോ. 8ാമത്തെ സ്ഥാനമാണ്. നമുക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട്? 25 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 1ാം സ്ഥാനം കിട്ടിയ മഹാരാഷ്ട്രയ്ക്ക് 158ഓളം മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? 25 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 8ാം സ്ഥാനത്ത് ആയി പോയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ആരുണ്ട്? ഹരിയാനയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ചിട്ട് നടന്നത്? ബീഹാറിൽ വെച്ചിട്ട്. എവിടെയാണ്? ബീഹാറിൽ വെച്ചിട്ട്. ആരാണ് ജേതാക്കളായത്? മഹാരാഷ്ട്ര. ആരാണ്? മഹാരാഷ്ട്രയാണ് ജേതാക്കളായത്. ഓക്കെ, ഇനി 2ാം സ്ഥാനത്താണ് ഹരിയാന. നമ്മുടെ സ്ഥാനം 8ാം സ്ഥാനം. നമ്മുടെ സ്ഥാനം യൂത്ത് ഗെയിംസിൽ എത്രാം സ്ഥാനമാണ്? 8ാം സ്ഥാനമാണ് അല്ലെ. 8ാം സ്ഥാനമാണെന്ന് ഓർത്ത് വെക്കുക. മൊത്തം 25 മെഡലാണ് നമുക്ക് കിട്ടിയെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കാം. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ നമ്മൾ പഠിച്ചു അല്ലെ. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 151ാം സ്ഥാനമാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതാണത്? ഇൻഡോർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം എന്ന് പറയുന്നത്. ഓക്കെ, യാചകരൊന്നും ഇല്ലാത്ത ഒരു നഗരമായിട്ട് കണക്കാക്കുന്നത് ഏത് നഗരത്തെയാണ്? ഇൻഡോർ ആണ് അല്ലെ. ആ ഡോർ അങ്ങോട്ട് തുറന്നപ്പോ അവിടെ യാചകരൊന്നും ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായിട്ട് തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? ഇൻഡോർ എവിടെയാണ്? മധ്യപ്രദേശിലെ. അപ്പൊ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന നഗരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിഷാദ രോഗികളെയൊക്കെ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടൊരു പദ്ധതിയാണ് ആശ്വാസം അല്ലെ. അവർക്കൊരു ആശ്വാസമാവാൻ അവരെ ചേർത്ത് നിർത്തുക. വിഷാദ രോഗികളെ ചേർത്ത് നിർത്തുക, ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഏതാ? ആശ്വാസം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അതിന് മുന്നേ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്ത് തരാം. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിലെ കാര്യങ്ങളൊക്കെ വിവരിച്ച കേണലും കമാൻഡറും ഉണ്ടായിരുന്നു അല്ലെ. ആരായിരുന്നു അത്? കേണൽ ആരായിരുന്നു? സോഫിയ ഖുറേഷി. കമാൻഡറിന്റെ പേരെന്തായിരുന്നു? വ്യോമിക സിംഗ് അല്ലെ. വ്യോമസേനയിലെ കമാൻഡർ ആണ് ആരെന്ന് പറയുന്നത്? വ്യോമിക സിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ പാക് മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു മിസൈൽ സംവിധാനമായിരുന്നു ഏത്? S-400 സുദർശന ചക്ര. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ഡ്രോണുകൾ ഏതൊക്കെയായിരുന്നു? ഹരോപ്പും ഹാർപ്പിയും ആണ് അല്ലെ. ഹരോപ്പും ഹാർപ്പിയും ആണ്. പിന്നീട് നമ്മൾ പഠിച്ചൊരു പദ്ധതിയാണ് ജ്യോതി എന്ന് മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരാ വരേണ്ടത്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളാണ് അല്ലെ. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ജ്യോതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് കവറിൽ കൊടുക്കും എന്ന് ചോദിച്ചാൽ ഏത് കവറിലാണ്? നീല കവറുകളിലായിരിക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സ്കൈപ്പ് ആപ്പിനെ പറ്റി പറഞ്ഞു അല്ലെ. അതായത് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ ഒരു വീഡിയോ കോളിംഗ് ആപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? സ്കൈപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ് അല്ലെ. സൂര്യകാന്ത് 53ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ലക്ഷ്യ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് ഏതാ? ലക്ഷ്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? അതിന്റെ പേര് EOS-09 ആണ് അല്ലെ. EOS-09 ആണ്. EOS-09 ആണ്, അഥവാ റീസാറ്റ് 18 എന്ന് പറയും. PSLV C-61 വിക്ഷേപിച്ചത്. അത്രയും കാര്യം മനസ്സിലുണ്ടല്ലോ. ഓക്കെ, ഇനി ശ്രീഹരി LR ആരാണ്? ശ്രീഹരി LR നമ്മുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അല്ലെ. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? ശ്രീഹരി LR, തമിഴ്നാട്ടുകാരനാണ്. ഓക്കെ ആണല്ലോ. ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ നമ്മുടെ സ്ഥാനം എത്രയായിരുന്നു? എത്രാം സ്ഥാനമാണ്? 8ാം സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത്. 1ാം സ്ഥാനം, സോറി ഇന്ത്യക്കല്ല, കേരളം അല്ലെ. കേരളത്തിന്റെ സ്ഥാനം 8ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് അല്ലെ. 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. എത്ര മെഡലുകളായിരുന്നു? 158 മെഡലുകളാണ് ആർക്ക് കിട്ടിയത്? മഹാരാഷ്ട്രക്ക് കിട്ടിയത്. 2ാം സ്ഥാനത്ത് ഹരിയാനയാണ് വരുന്നത്. നമുക്ക് എത്രയായിരുന്നു? 25 മെഡലായിരുന്നു എന്ന് ഓർത്തു വെക്കാം. പിന്നീട് പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം. യാചകരഹിത നഗരം ഏതാണ്? ഇൻഡോർ ആണ് അല്ലെ. ഇൻഡോർ ആണ് ആദ്യത്തെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യാചകരഹിത നഗരം എന്ന് പറയുന്നത്. ഇനി ആശ്വാസം എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? വിഷാദ രോഗികളെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തത് നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് അല്ലെ. ഒഡീഷയാണ് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഓക്കെ, ഇതൊരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതായിരുന്നു. അപ്പൊ നീതി ആയോഗ് തയ്യാറാക്കിയ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് ഒഡീഷ. ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, 2ാമതാണ് ഛത്തീസ്ഗഡ്. ഇനി 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. അപ്പൊ മറ്റൊരു പുരസ്കാരമാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരം. ഏതാണ്? മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. അപ്പൊ 2025 മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയത് ഏത് ചിത്രമാണ്? ടോക്സിക് എന്ന് പറയുന്ന ചിത്രമാണ് കേട്ടോ. അപ്പൊ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയത് ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ ടോക്സിക് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ടോക്സിക്കിന്. ഓക്കെ, ഇനി മറ്റൊരു പുരസ്കാരമാണ് 2025 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ബാനു മുഷ്താഖിനാണ് കേട്ടോ. അപ്പൊ 2025 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖ് ആണ്. കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കാണ് 2025 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിക്കാനുള്ള മൈക്രോസോഫ്റ്റിന്റെ AI മോഡലാണ് ഏതെന്ന് പറയുന്നത്? അറോറ. എന്താണ്? അറോറ. ഓക്കെ, അപ്പൊ കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെ പ്രവചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AI മോഡലാണ് അറോറ. അപ്പൊ അറോറ എന്ന് പറയുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെ പ്രവചിക്കാനുള്ള ഒരു AI മോഡലാണ് ഏത്? അറോറ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മറ്റൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? ബന്ധു ക്ലിനിക് ആണ്. അപ്പൊ ബന്ധു ക്ലിനിക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബന്ധു ക്ലിനിക് അതായത് 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ഏത്? ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബന്ധു ക്ലിനിക് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കണം. അതായത് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ക്ലിനിക് ആണ് ഏതെന്ന് പറയുന്നത്? ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതിക്കാണ് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ തന്നെ ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ചോദിക്കാം 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണത്? ബന്ധു ക്ലിനിക് ആണ്. ഏതാണ്? ബന്ധു ക്ലിനിക് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 2025 ജൂണില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ അത് നിലമ്പൂരാണ് കേട്ടോ. അപ്പൊ 2025 ജൂണില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? നിലമ്പൂരാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം
രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് മായ OS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മായ OS എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് മായ OS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. അതേതാ സംസ്ഥാനം? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഏത്? കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലാണ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ എന്താണ്? സോഷ്യൽ ഓഡിറ്റിംഗിലാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് പായ്വഞ്ചിയില് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് കെ ദിൽനയും എ രൂപയും. ഓക്കെ, അപ്പൊ കെ ദിൽന കോഴിക്കോടുകാരിയാണ്, രൂപ തമിഴ്നാടുകാരിയാണ്. അപ്പൊ പായ്വഞ്ചിയില് ലോകം ചുറ്റിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതകളാണ് ആരെന്ന് പറയുന്നത്? കെ ദിൽനയും എ രൂപയും. അല്ലെ, നമുക്കറിയാം പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആളാണ് ആരെന്ന് പറയുന്നത്? അഭിലാഷ് ടോമി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയിട്ടുള്ള ഇന്ത്യൻ വനിതകളാണ് ആരെന്ന് പറയുന്നത്? കെ ദിൽന അതുപോലെ തന്നെ എ രൂപ. എന്താണ്? കെ ദിൽനയും അതുപോലെ തന്നെ രൂപയും. അപ്പൊ ദിൽന എവിടത്തെയാണ്? കോഴിക്കോടുകാരിയാണ്, രൂപ തമിഴ്നാടുകാരിയാണ്. അത്രയും കാര്യം ഇവിടെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തുതരാം. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആശ്വാസം നമ്മൾ പറഞ്ഞു അല്ലെ. ആശ്വാസം വിഷാദ രോഗികളെ ചേർത്ത് നിർത്തുന്ന പദ്ധതിയാണ്. യാചകരഹിത നഗരം ഏതായിരുന്നു? ഇൻഡോർ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഒഡീഷ എന്തിലാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്? നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഒഡീഷയാണ് അല്ലെ. രണ്ടാം സ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മാധവിക്കുട്ടി പുരസ്കാരം 2025 നേടിയതാരായിരുന്നു? സുഭാഷ് ചന്ദ്രൻ. മാധവിക്കുട്ടി പുരസ്കാരം 2025 സുഭാഷ് ചന്ദ്രനാണ് നേടിയത്. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയത് ടോക്സിക് എന്ന് പറയുന്ന സിനിമയാണ് സുവർണ മയൂരം നേടിയിട്ടുള്ളത്. ഇനി 2025 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയത് ബാനു മുഷ്താഖ് ആണ് കേട്ടോ. ബാനു മുഷ്താഖ് ആണ് 2025 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയിട്ടുള്ളത്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിക്കാനുള്ള മൈക്രോസോഫ്റ്റിന്റെ AI മോഡലാണ് ഇത് അറോറ എന്ന് പറയുന്നത്. അപ്പൊ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിക്കാനുള്ള മൈക്രോസോഫ്റ്റിന്റെ AI മോഡൽ ഏതാണ്? അറോറയാണ്. ഓക്കെ, ഇനി 2025 ജൂണില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് ഏത്? നിലമ്പൂർ അല്ലെ. നിലമ്പൂരാണ് ഈ പറഞ്ഞ 2025 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇനി ബന്ധു ക്ലിനിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു പദ്ധതിയാണ് ഏതാ? ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മായ OS എന്തായിരുന്നു? ആക്രമണങ്ങൾ തടയാനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? മായ OS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ആരെന്ന് പറയുന്നത്? കെ ദിൽനയും എ രൂപയും. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. നമ്മുടെ ബുള്ളറ്റിനിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഓരോന്നായിട്ട് വേഗം നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹമുള്ള ഗ്രഹമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണെന്ന് ഓർത്തു വെക്കുക. 274ഓളം ഉപഗ്രഹങ്ങളാണ് ആർക്കുള്ളത്? നമ്മുടെ ശനിക്കുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ളത് ശനിക്കാണ്. ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്രിസ്റ്റി കവൻട്രി ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുത്തത്. ആരെയാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. ഇനി അടുത്തതൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് നക്ഷ എന്നാണ് കേട്ടോ. നക്ഷ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് ഇത് നക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി ചോദിച്ചാൽ അത് ഏതാണ്? നക്ഷയാണെന്ന് ഓർത്തു വെക്കാം. ഇനി കേരളത്തിൽ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് ആരംഭിച്ചത്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ കേരളത്തില് ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓർത്തു വെക്കാലോ. കേരളത്തിൽ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിലാണ്. നക്ഷ എന്ന് പറയുന്നത് എന്താണ്? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റിയാദ് ആണ് കേട്ടോ. നമ്മുടെ സൗദിയിലെ റിയാദിലാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ്. ഏതാണ്? പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദ് ആണെന്ന് ഓർത്തു വെക്കുക. എന്നാണ്? 2027 അപ്പൊ 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സിന് വേദിയാകുന്നത് റിയാദ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക.
ഇനി അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? തൃപ്രങ്ങോടാണ് കേട്ടോ. അപ്പൊ മലപ്പുറത്തുള്ള തൃപ്രങ്ങോട് പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്രാ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് പഞ്ചായത്തിലാണ്? തൃപ്രങ്ങോട് പഞ്ചായത്ത്. എവിടെയാണ്? മലപ്പുറത്താണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് ഏതാണ്? ആസാം ആണ് കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് ഒരുങ്ങാൻ പോകുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാല് ആസാമാണ്. അപ്പൊ ആസാമിന് ഇനി മുതൽ സ്വന്തമായിട്ട് ഒരു ഉപഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നത് ആരാണ്? ആസാം ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ലോക ജൂനിയർ ചെസ് കിരീടം ആരാ നേടിയത്? നമ്മുടെ ഇന്ത്യയാണ് നേടിയത്. ആരാണ് ആ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ നേട്ടം കൊണ്ടുവന്നത്? പ്രണവ് വെങ്കടേഷ് ആണ് കേട്ടോ. അപ്പൊ പ്രണവ് വെങ്കടേഷിനാണ് ലോക ജൂനിയർ ചെസ് കിരീടം നേടാനായിട്ട് ഇന്ത്യക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ്. ഓർത്തു വെക്കാലോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ക്രിസ്റ്റി കവൻട്രി അല്ലെ? ക്രിസ്റ്റി കവൻട്രി ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നക്ഷ എന്ന് പറയുന്നത് എന്തായിരുന്നു? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെ ആരംഭിച്ചത്? കൊച്ചിയിലാണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിലാണ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് എന്ത് നടക്കുന്നത്? 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ച പഞ്ചായത്താണ് ഏത്? തൃപ്രങ്ങോട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് ഒരുങ്ങുന്നത് ഏതാണ്? അസം അല്ലെ? അസാമിലാണ് സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നത്. ഇനി ലോക ജൂനിയർ ചെസ് കിരീടം ആരാ നേടിയത്? ഇന്ത്യയാണ് നേടിയത്. ആ നേട്ടം കൊണ്ടുവന്നത് ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത് ആകാശഗംഗകളെ കുറിച്ചിട്ടുള്ള സമഗ്ര പഠനത്തിനായിട്ട് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് ഏത്? സ്ഫിയറെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ഫിയറെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൂരദർശിനിയാണെന്ന് ഓർത്തു വെക്കുക. എന്തിനെ കുറിച്ചിട്ടാണ്? എന്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്? ആകാശഗംഗകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് ഏത്? സ്ഫിയറെക്സ് എന്ന് പറയുന്നത്. ഏതാണ്? സ്ഫിയറെക്സ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് കടുവാ സങ്കേതത്തെയാണ്? മാധവ് ദേശീയോദ്യാനത്തെയാണ് കേട്ടോ. അപ്പൊ മാധവ് ദേശീയോദ്യാനത്തെയാണ് 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാധവ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക. അതൊരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാധവ് ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാല് മധ്യപ്രദേശ് ആണ്. ഓക്കെ ആണല്ലോ. മാധവ് മധ്യപ്രദേശ് കണക്ട് ചെയ്ത് വെക്കാലോ. മാധവ് മധ്യപ്രദേശ്. അപ്പൊ മാധവ് ദേശീയോദ്യാനത്തെയാണ് ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാധവ് എവിടെയാണ്? മധ്യപ്രദേശത്താണ്. ഇനി അടുത്തത് സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനി ആയിട്ടുള്ള IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തില് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? ചാടാണ് കേട്ടോ. ചാടാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 5ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ 5ാം സ്ഥാനമാണ് വായു മലിനീകരണത്തില്. നമ്മുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് ആരാണ്? ചാടാണ്. 2ാം സ്ഥാനത്താണ് ബംഗ്ലാദേശ്. 3ാം സ്ഥാനം പാകിസ്ഥാൻ, പിന്നെ കോങ്കോ. അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ സ്ഥാനം എത്രയാണ്? വായു മലിനീകരണത്തില് 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്താണ് ചാട് വരുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ആണ് ഇത്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ക്ലീൻ ആക്കുക, അതായത് ഡ്രഗ്സിനൊക്കെ പറഞ്ഞ് ക്ലീൻ ആക്കുക. ലഹരി വ്യാപാരം തടയാനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ആണ് ഇത്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ആരാണ് ജേതാക്കളായത്? ഇന്ത്യയാണ് ജേതാക്കളായിട്ടുള്ളത്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ്. ഓർത്തു വെക്കാലോ. അപ്പൊ വനിതാ കബഡിയാണ് അല്ലെ? വനിതകളുടെ കബഡിയിൽ നമ്മുടെ ഇന്ത്യയാണ് ചാമ്പ്യന്മാരായതെന്ന് ഓർത്തു വെക്കാം. ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് തോമസ് ബാക്കിനെയാണ് കേട്ടോ. അപ്പം ICCയുടെ ആജീവനാന്തമാണ് കേട്ടോ. ആജീവനാന്ത. അപ്പൊ ക്രിസ്റ്റി കവൻട്രി എന്താണ്? ICCയുടെ പ്രസിഡന്റ് ആണ്. പക്ഷെ ഇതെന്താണ്? ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ
അത് തോമസ് ബാക്കിനെയാണ്. അപ്പൊ തോമസ് ബാക്കിനെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓർത്തു വെക്കാലോ. ഇനി അടുത്തത് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? പൂനം ഗുപ്തയാണ് കേട്ടോ. പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെപ്യൂട്ടി ഗവർണർ ആണ്. ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിന്റെ RBIയുടെ നിലവിലെ ഗവർണർ ആരായിരുന്നു? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, എത്രാമത്തെ ആയിരുന്നു? 26ാമത്തെ RBI ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. എന്നാൽ റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? പൂനം ഗുപ്തയാണ്. ആരാണ്? പൂനം ഗുപ്തയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. ആകാശഗംഗകളെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏതാണത്? സ്ഫിയർ എക്സ്. എന്താണ്? സ്ഫിയർ എക്സ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതം ഏതാണത്? മാധവ് അല്ലെ. മാധവ് ദേശീയോദ്യാനമാണ് ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലെ. മധ്യപ്രദേശിലാണ്. ഇനി വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായിട്ടുള്ള ഐക്യുവിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉള്ളത് എവിടെയാണ്? ചാടിലാണ് അല്ലെ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ഇനി എന്താണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ലഹരിയുടെ വ്യാപാരമൊക്കെ തടയാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ICCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? അത് തോമസ് ബാക്കിനെ. ആരെയാണ്? തോമസ് ബാക്കിനെ. എന്നാൽ ആരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ? ആരായിരുന്നു? പൂനം ഗുപ്ത അല്ലെ. പൂനം ഗുപ്തയാണ്. എന്നാൽ RBIയുടെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് മൽഹോത്രയാണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കഴിയും. 2025 ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയാണ്? ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയാണ്? തായ്ലൻഡിലാണ് അല്ലെ. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണെന്ന് ഓർത്തു വെക്കാം. 2025 ബിംസ്റ്റെക് ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ്? തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് നമ്മുടെ സാറ ജോസഫ് ആണ് കേട്ടോ. അപ്പൊ സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആരാ നേടിയത്? സാറ ജോസഫ് ആണ്. എന്നാൽ 2024 തകഴി സാഹിത്യ പുരസ്കാരം തകഴി കിട്ടിയത് ആർക്കാണ്? KP സുധീരയ്ക്കാണ് കേട്ടോ. അപ്പൊ 2024 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് KP സുധീര. മാതൃഭൂമി അവാർഡ് ആണെങ്കിലോ അത് സാറ ജോസഫ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ് ആണെങ്കിൽ തകഴി പുരസ്കാരം KP സുധീരയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഏത്? മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർച്ച് ഓഫ് ഗ്ലോറി എന്തുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നതാണ്? 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ഏത്? മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ കേരളത്തിനാണ് കേട്ടോ. അപ്പൊ കേരളത്തിനാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏതാണ്? നമ്മുടെ കേരള സംസ്ഥാനത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതൊരു നാവിക അഭ്യാസമാണ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. അപ്പം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടത്തിയിട്ടുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ഏത്? ബോഗോ സാഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോഗോയില് ബംഗ്ലാദേശിന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ബോഗോ സാഗർ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടത്തിയിട്ടുള്ള നാവിക അഭ്യാസമാണ്. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ബോഗോ സാഗർ എന്നാണ്. ഓക്കെ, ഇനി അടുത്തതൊരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ബ്രഹ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ അപ്പൊ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണത്? ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ, ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വ്യോമാഭ്യാസ പ്രകടനമായിരുന്നു ഏത്? ആക്രമൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആക്രമൺ എന്ന് പറയുന്നത് ഇന്ത്യ നടത്തിയിട്ടുള്ളതാണ്. എന്തിനെതിരായിട്ടായിരുന്നു? നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിട്ട് നമ്മുടെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വ്യോമാഭ്യാസ പ്രകടനമായിരുന്നു ഏത്? ആക്രമൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ലാസ്റ്റ്
ലാസ്റ്റ് വേണമല്ലോ, അതിന് മുന്നേ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? പൂനം ഗുപ്തയാണ് അല്ലെ. റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണെങ്കിൽ സഞ്ജയ് മൽഹോത്രയാണ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? തായ്ലൻഡ് ആണ്. അതുപോലെ തന്നെ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫും. 2024 തകഴി സാഹിത്യ പുരസ്കാരമാണെങ്കിൽ KP സുധീരയാണ് നേടിയിട്ടുള്ളത്. ഇനി മാർച്ച് ഓഫ് ഗ്ലോറി അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ ആ ഒരു എന്താ പറയാ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ഓക്കെ, ബോഗോസാഗർ ആണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടത്തിയിട്ടുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ബോഗോസാഗർ. ഓപ്പറേഷൻ ബ്രഹ്മയാണെങ്കിലോ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ആക്രമണമാണെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയിട്ടുള്ള വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോകാം. അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ട് ആയിട്ടുള്ള വ്യോംമിത്രയാണ് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്. അതായത് മനുഷ്യനെ എത്തിക്കുന്നതിന് മുന്നേ നമ്മുടെ ഹ്യൂമനോയിഡ് റോബോട്ട് ആയിട്ടുള്ള വ്യോംമിത്രയാണ് എങ്ങോട്ടേക്ക് അയക്കുന്നത്? ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. അപ്പൊ വ്യോംമിത്ര എന്ന് ഓർത്തു വെക്കുക. വ്യോംമിത്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. അതിനെയാണ് എങ്ങോട്ടേക്ക് അയക്കുന്നത്? ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ പുതിയ മാർപ്പാപ്പ ആരാണ്? റോബർട്ട് പ്രവോയാണ് ഇപ്പം പുതുതായിട്ട് നിയമിതനാകുന്ന മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടുക? ലിയോ 14 ലിയോ 14 എന്നായിരിക്കും അറിയപ്പെടുക. ഓക്കെ, അപ്പൊ പുതിയ മാർപ്പാപ്പ ആരാണ്? റോബർട്ട് പ്രവോയാണ്. അദ്ദേഹം ഇനി മുതൽ അറിയപ്പെടുന്നത് ലിയോ 14 എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഓക്കെ, ഇനി അടുത്തത് മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള ഒരു നിയമമാണ് ഇത് പിറ്റ് NDPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിറ്റ് NDPS അല്ലെ. NDPS എന്ന് പറഞ്ഞാൽ എന്താ? നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. അപ്പൊ ഈ ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കേസിലൊക്കെ പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത്? പിറ്റ് NDPS എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മയിൽ ഉണ്ടാവണം, പിറ്റ് NDPS ആണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് നിലവിൽ വരുന്നത്? അമരാവതിയിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്? ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എവിടെയാ വരുന്നത്? എവിടെയാണ്? ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത്. അപ്പൊ ദേവപ്രയാഗും ജനാസുനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിലും കുറേശ്ശെയായിട്ടെങ്കിലും എന്ത് ചെയ്യാ, കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.